ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരിയാണ്. നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ പഴം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏത്തപ്പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വേണ്ടുന്ന പൊടികൾ എടുക്കാം. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മെയിനായിട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കാൻ മറക്കരുത്. അരിപ്പൊടിയാണ് നമ്മുടെ ഈ മാവിനെ ക്രിസ്പി ആക്കുന്നത്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി വേണമെങ്കിൽ അപ്പോൾ അരിപ്പൊടി ചേർക്കാൻ മറക്കരുത്. ഏകദേശം ഒരു പകുതി അളവോളം അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര. ആ മാവിന് അല്പം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനോടൊപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ജീരകവും ഏലക്ക പൊടിച്ചതും പിന്നെ എള്ള്, നമ്മുടെ കൈവശമുണ്ട് എള്ളും കൂടി ഇട്ടാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടില്ലേ എള്ള്, അത് നല്ല കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. മാവ് നന്നായിട്ട് ഉടഞ്ഞു വരണം, കട്ടയൊന്നും ഇല്ലാതെ. വെള്ളം അധികമാകാതിരിക്കാനും ശ്രദ്ധിക്കണം. വെള്ളം അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴത്തേൽ പിടിച്ചിരിക്കത്തില്ല. അപ്പം വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ അതിൻ്റെ പാകത്തിന് ഇളക്കി ഒഴിച്ചു കൊടുത്ത് ഇതാക്കുക. അപ്പം നല്ലപോലെ മാവ് പഴത്തേൽ പിടിച്ചിരിക്കും. നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഇത് ഒരു ലെവലിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ തന്നെ പഴമെല്ലാം കണ്ടിച്ചെടുത്ത് സെറ്റാക്കി വെക്കുക. അപ്പം കട്ടി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾക്ക് അതനുസരിച്ച് സ്ലൈസായിട്ട് കട്ടി കുറഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് 3-4 ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കിയാൽ ഈ ബാറ്റർ പഴത്തേലോട്ട് നന്നായിട്ട് ചേർന്ന് പിടിച്ചോളും. അപ്പോൾ അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, എണ്ണ ഒഴിച്ചിട്ട് എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് തീ അല്പം ഒന്ന് കുറച്ച് വെക്കണം. പിന്നെ അതിന് ശേഷം പാകമായിന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സൈഡ് പാകമാകുമ്പോൾ ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് 2 സൈഡും എങ്കിലാണ് ഒരുപോലെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് മാവ് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ പഴംപൊരി റെഡിയാണ് കേട്ടോ. ഒത്തിരി തീയാണെങ്കിൽ അത് കുറയ്ക്കുന്ന കാര്യം മറക്കരുത്, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കാണണം, ഫുള്ള് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.